ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരികയല്ലേ, അപ്പോൾ ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. വരൂ നമുക്ക് നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ജ്യൂസും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കട്ടോരി ബ്ലാക്ക് റൈസിൻസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കട്ടോരി ടൂട്ടി ഫ്രൂട്ടി, 1/4 കട്ടോരി ചെറുതായി അരിഞ്ഞത്, 1/4 കട്ടോരി ഡേറ്റ്സ്. നമുക്കൊന്ന് ഇളക്കി ചേർത്തിട്ട് അടുത്തതിടാം. 1/4 കട്ടോരി റൈസിൻസ്, ഒരു 3 ടീസ്പൂണോളം കാഷ്യൂനട്ട് ചെറുതായി അരിഞ്ഞത്. ഇവ ചേർത്ത് ഇളക്കിയിട്ട് 3-4 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. ഇനി നമുക്ക് ഇവയെല്ലാം ഒരു 2-3 തവണ നന്നായി അരിച്ചെടുക്കാം. 1/4 കപ്പ് ഷുഗർ പൊടിച്ചത്, ഏകദേശം ഒരു 50 ഗ്രാം വെണ്ണ എടുത്തിട്ടൊന്ന് ചൂടാക്കി ഇത് കഷ്ടിച്ചൊരു 1/4 ഗ്ലാസ് ഉണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ്, ഏകദേശം ഒരു 1/4 കപ്പ് തൈര്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് ഗോതമ്പ് പൊടി കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മറ്റ് കേക്ക് മിക്സിൻ്റെ അത്ര ലൂസാക്കിയിട്ടല്ല ഞാൻ ഈ മിക്സ് ആക്കിയത്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ആക്കുന്നത്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറിയും ഡേറ്റ്സും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അത് 3 ടേബിൾ സ്പൂൺ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ മിക്സിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി, ബീറ്ററിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി കേക്കിൻ്റെ പാനിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിൻ്റെ മേലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു 2-3 തവണ ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ 150 ഡിഗ്രി സെൽഷ്യസ് ആണ് വെക്കാറുള്ളത്. ഇത് 160 വെച്ചാൽ മതി. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 60 മിനിറ്റ് സെറ്റ് ചെയ്യാം. 60 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യാണ്. കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി ഞാൻ എക്സ്ട്രാ വെക്കുകയാണ്. ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്. വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.